കൊക്കക്കോളയെയും ലേസിനെയും തോൽപ്പിക്കാനായി അംബാനി രംഗത്തിറങ്ങുന്നു. അതെ, ഇന്ത്യയിലെ സോഫ്റ്റ് ഡ്രിങ്ക്, ചിപ്സ്, സ്നാക്സ് മാർക്കറ്റ് പിടിക്കാനായിട്ടാണ് അംബാനിയുടെ വരവ്. ഒരു ഘട്ടത്തിൽ ടാറ്റ് പോലും ഇറങ്ങി തോൽവി രുചിച്ച ഒരു മേഖലയാണ് ഇന്ത്യയിലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നുള്ളത്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അട്രാക്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഈ മേഖലയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ഉദാഹരണത്തിന് ബ്രിട്ടാനിയ, ഹൽഡിറാം, അതുപോലെ തന്നെ പെപ്സിക്കോ തുടങ്ങിയ ബ്രാൻഡുകളെല്ലാം തന്നെ ഈ മേഖല ഭരിച്ചു പോരുന്നു. അതുകൊണ്ട് തന്നെ അംബാനിക്ക് ഈ മേഖലയിൽ ശക്തമായ കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കാം. എന്നാൽ ജിയോയെ ടെലികോം രംഗത്ത് ഇറക്കിയപ്പോൾ അംബാനി ചെയ്തതുപോലെയുള്ള വില കുറച്ച് നൽകൽ ഈ മേഖലയിൽ സക്സസ് ആവില്ലെന്ന് അംബാനിക്കറിയാം. അതിനാൽ തന്നെ പുതിയൊരു ടെക്നിക്കാണ് അദ്ദേഹം ഈ മേഖലയിൽ ഇറക്കിയിട്ടുള്ളത്. ഇതിനായി തന്നെയാണ് അദ്ദേഹം കമ്പാക്കോള പോലെയുള്ള ബ്രാൻഡുകൾ വാങ്ങിയിട്ടുള്ളത്. റിലയൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിനെ പിടിക്കുന്നതിന് പകരം വിൽപ്പനക്കാരെ പിടിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റു കമ്പനികളെല്ലാം തന്നെ തങ്ങളുടെ വിൽപ്പനയുടെ 10% കമ്മീഷനായി വിൽപ്പനക്കാർക്ക് നൽകുമ്പോൾ റിലയൻസ് ചെയ്യുന്നത് തങ്ങളുടെ കമ്പനിയുടെ സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ 20%, അതായത് ഇരട്ടിയോളം മാർജിനാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇതിനാൽ തന്നെ സ്വാഭാവികമായും ഷോപ്പ് കീപ്പേഴ്സ് റിലയൻസിൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായി പ്രേരിപ്പിക്കപ്പെടും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അംബാനിയുടെ ഈ ടെക്നിക്കും വർക്കൗട്ട് ആകുമോ?